കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശാന്തസുന്ദരമായ ഭൂമിയുടെ സായാഹ്ന വേളയിൽ അല്പസമയം തിരുവചനവുമായി ദേശത്തായിരിക്കാൻ വലിയവനായ കർത്താവ് നൽകിയ വിലപ്പെട്ടതായ ഭാഗ്യത്തെയും സമയത്തെ ഓർത്തെ കർത്താവിനെ സ്തുതിക്കുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ പ്രത്യാശയോടെ ദേശത്ത് ദൈവത്തിൻ്റെതായ വചനം ആഴമായി ചിന്തിപ്പാനും ദൈവവചനം ദേശത്തോട് വിളിച്ചറിയിക്കുവാനും വലിയവനായ ദൈവം നൽകിയ ഭാഗ്യത്തെയും സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒരു രണ്ട് വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യം. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ളൊരു കുതിരയെ കണ്ടു. അതിനുമേലിരിക്കുന്നവന് മരണമെന്ന പേര്. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിനുമേൽ അധികാരം ലഭിച്ചു. ഇനിയും മനുഷ്യൻ പകർച്ചവ്യാധിയാലാണ് മരണത്താൽ ലോകത്തുനിന്ന് മാറ്റപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വിളിച്ചറിയിക്കുകയാണ്. നമുക്കറിയാമല്ലോ, മനുഷ്യൻ ഇപ്പോൾ പകർച്ചവ്യാധിയാൽ ലോകത്തിൽ നിന്ന് മരണത്താൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞതായ നാളുകളിലേക്ക് നാം ചിന്തിക്കുമ്പോൾ ആ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ഭീകരമായ സംഭവങ്ങൾ സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം കൊറോണ എന്ന വൈറസിനെ കുറിച്ച് മനുഷ്യ ജീവിതത്തെ മുഴുവനുമായി കാർന്നു തിന്ന ഒരു മാറാരോഗമായിരുന്നു വൈറസ്. ആയിരുന്നു കൊറോണ എന്ന് പറയുന്നതായ വൈറസ്. അതിന്നും നമ്മുടെ ഭൂമിയിൽ മനുഷ്യ ജീവിതങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ലോകം കടന്നുപോയിരിക്കുകയാണ്. മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന മരണത്തിൻ്റെതായ പാംശങ്ങളിലേക്ക് മനുഷ്യനെ പിടിച്ചു വലിച്ച് മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഭീകരമായ വൈറസിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. ഇവിടെ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം 8-ഉം വാക്യം പറയുന്നു, 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരുക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ളൊരു കുതിരയെ കണ്ടു. അതിനുമേലിരിക്കുന്നവന് മരണമെന്ന പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിനുമേൽ അധികാരം ലഭിച്ചു. കർത്താവിൻ്റെ വലിയനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ഈ വൈറസിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മറവിൽ മനുഷ്യൻ കണ്ടുപിടിച്ച മരുന്നിൽ നിന്നും ഒരു ദുർവ്യാധി പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കൊരു വാക്യം കൂടി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം ഭക്ഷിക്കരുതേ, നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും. ഇവിടെ രക്തത്തോടുകൂടി മാംസം ഭക്ഷിച്ച രാജ്യം ഏതാണ്? അവർ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മറവിൽ കണ്ടുപിടിച്ച മരുന്നിൽ ഒരു ദുർവ്യാധി പുറപ്പെട്ടു. അതായത് രക്തത്തോടുകൂടി മാത്രം നിങ്ങൾ മാംസം ഭക്ഷിക്കരുത് എന്ന് ദൈവത്തിന്റെ പ്രമാണമായിരുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ പുരോഹിതന്മാർ യാഗമർപ്പിക്കുന്ന ശേഷമായി മൃഗങ്ങളുടെ മാംസം ഒന്നിയിൽ ചുട്ടുഭക്ഷിക്കുക അല്ലെങ്കിൽ വേവിച്ച് ഭക്ഷിക്കുക എന്ന് ദൈവത്തിന്റെ പ്രമാണമായിരുന്നു. ദൈവത്തിന്റെ പ്രമാണത്തിന് വിരോധമായി പ്രവർത്തിച്ച രാജ്യം ഏതാണ്? അവർ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മറവിൽ കണ്ടുപിടിച്ച മരുന്നിൽ നിന്നും ഒരു ദുർവ്യാധി പുറപ്പെട്ടു. അതെ, അവർ കണ്ടുപിടിച്ച മരുന്നിൽ ദൈവത്തിൻ്റെതായ ന്യായവിധി ഇറങ്ങുവാൻ ഇടയായെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവർ കണ്ടുപിടിച്ച മരുന്നിൽ നിന്നും ഒരു ദുർവ്യാധി പുറപ്പെട്ടു. ആ ട്യൂബിൽ നിന്നൊരു അണു പുറത്തേക്ക് പുറപ്പെടുവാനിടയായി. അത് ഭൂലോകം മുഴുവനും വ്യാപിക്കപ്പെടുവാനിടയായി. അതാണ് കൊറോണ എന്ന് പറയുന്ന മാറാ രോഗം. നമുക്കറിയാമല്ലോ, ആനിമൽ പ്ലാന്റ് കണ്ടിട്ടുള്ളവർക്കറിയാം, ജീവനുള്ളതായിരിക്കുന്ന പ്രാണികളെയും ഇഴജന്തുക്കളെയൊക്കെ ജീവനോടെ ഭക്ഷിക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള രാജ്യം ഏതാണ്? അവർ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മറവിൽ കണ്ടുപിടിച്ച മരുന്നിൽ നിന്നും ഒരു ദുർവ്യാധി പുറപ്പെട്ടു. ഇതാണ് കൊറോണ എന്ന് പറയുന്ന വൈറസ്. ആധുനിക ദൈവശാസ്ത്രത്തിന്റെ മറവിലും
മഹാശക്തിയുള്ള മരുന്നിൻ്റെ സുബല്യത്തിലും ഭയങ്കരമായ ദുർവ്യാധിഹീനിയും ലോകത്തെ കീഴക്കില്ല എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. മരണകരമായ പല രോഗങ്ങളും ഇന്ന് നീങ്ങിപ്പോയിട്ടില്ല. അവയൊക്കെ കേവലം ഉറക്കവസ്ഥയിലായിരിക്കുന്നു എന്നേയുള്ളൂ. ഏത് നിമിഷത്തിലും അതിവേഗത്തിൽ ലോകത്തിൽ എവിടെയും അത് യാഗ്മിക്കപ്പെടാം. പകർച്ചവ്യാധിയെപ്പറ്റി പറയുമ്പോൾ മെഡിക്കൽ സയൻസ് ഇത്രമാത്രം പുരോഗമിച്ചിട്ടും പകർച്ചവ്യാധിയെ തടഞ്ഞു നിർത്തുവാൻ മനുഷ്യന് സാധിക്കില്ലെന്ന് ചോദിച്ചേക്കാം. പക്ഷേ കണ്ടുപിടിക്കപ്പെട്ട സകല മരുന്നുകളെയും വെല്ലുന്ന സൂപ്പർ വാറ്റിയുടെ സീരിയസ് തന്നെ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാറ്റിരിയോളജിക്കൽ എന്ന ദുർവ്യാധി ഒരു ഭൂഖണ്ഡത്തിലെ മുഴുവൻ മനുഷ്യനെയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തിടച്ചു നിൽക്കുവാൻ കഴിയുമോ എന്ന് മനുഷ്യ ജീവിതത്തിൽ ഭീതിയിട്ടുകൊണ്ട്, മരണത്തിന്റെ മാംസങ്ങൾ ഇട്ടുകൊണ്ട്, പാതാളത്തിന്റെ വേദനകൾ ഇട്ടുകൊണ്ട് വ്യാപിച്ചു നിൽക്കുന്ന കൊറോണ എന്ന മാറാ രോഗത്തെ അകറ്റിക്കളയുവാൻ മെഡിക്കൽ സയൻസ് പോലും പരാജയപ്പെട്ടു എന്ന് മനുഷ്യഹൃദയത്തിൽ തോന്നുമാറാക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇനിയും നമുക്ക് ആശ്രയിപ്പാൻ ദൈവത്തിന്റെ പാദപീഠം മാത്രമാണ്. അതുകൊണ്ട് 103-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം പറയുന്നു, ഇസ്രായേൽ ആയുർവേദ രഹസ്യവും ചികിത്സാ നടപടികളും ശുചീകരണ ക്രമങ്ങളും സസ്യങ്ങളുടെ ഔഷധ മൂല്യം ഉപദേശിച്ച് മോശയ്ക്ക് സൗഖ്യമാക്കാവുന്ന ദൈവരഹസ്യം വെളിപ്പെട്ടത് ശൂർ മരുഭൂമിയിൽ വെച്ചായിരുന്നു. ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട് ശൂർ മരുഭൂമിയിൽ വന്നപ്പോൾ കുടിപ്പാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ മാറയിൽ കിട്ടിയ വെള്ളം കയ്പായിരുന്നതിനാൽ ജനം മോശയോട് പിറുപിറുത്തു. യഹോവയായ ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ അത് മധുരമുള്ളതായി തീർന്നു. മാരയിലെ മാരക ജലത്തെ അമൃതപാനീയമാക്കി തീർത്ത ദിവ്യവൈദ്യനാണ് നമ്മുടെ കർത്താവായ യേശുവെന്ന് മോശയ്ക്കും ഇസ്രായേലിനും വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി. അങ്ങനെ സസ്യങ്ങളിൽ നിന്നും ഔഷധ മൂല്യങ്ങൾ കണ്ടുപിടിക്കാമെന്ന് മോശയ്ക്കും ഇസ്രായേലിനും വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ മെഡിക്കൽ സയൻസിനും പുതിയതായ ഔഷധങ്ങളെ കണ്ടുപിടിക്കുവാൻ ദൈവം ജ്ഞാനം നൽകട്ടെ, വിവേകം നൽകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പറയുന്നു, എന്റെ ജനമേ, വന്നു നിന്റെ അറകളിൽ കടന്ന് വാതിലടച്ച് ക്രോധമൊഴിഞ്ഞു പോകുമ്പോളം അല്പനേരം ഒളിച്ചിരിക്കുക. വെറുതെ ഒളിച്ചിരിക്കുവാനല്ല, അല്ല പിന്നെയോ ദിവസങ്ങളിൽ ദേശമേ വിളിച്ചു പറയട്ടെ, വസിക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ. നമ്മുടെ അരുമനാഥന്റെ കാകളത്തിന്റെ ശബ്ദം നിന്റെ ദേശത്തിന്റെ ദൈവത്തെ കാത്തിരിക്കുന്ന പ്രിയമുള്ളവരെ കാതുകളിൽ കേൾക്കുവാനിടയായി. അതുകൊണ്ട് പറയട്ടെ, അല്ല യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും കാൽ തണുന്നു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചറിയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരും. അവന്റെ കാഹളത്തിന്റെ ധ്വനികൾ നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ പോകുകയാണ്. നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ പോകുകയാണ്. നമ്മുടെ കാതുകളിൽ അതിന്റെ ശബ്ദം കേൾക്കുവാൻ കാലം വിദൂരമല്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരും. വേഗം വരും. രാജാതിരാജാവായി തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് വേഗം വരുവാൻ പോകുകയാണ്. അതുകൊണ്ട് ദേശത്തോട് വിളിച്ചു പറയട്ടെ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ കഴിയാതെ കഞ്ചാവിനും മയക്കുമരുന്നിനും ഹല്ലേലൂയ രോഗത്തിന്റെ ഇമ്പങ്ങൾക്കുമായി ഓടി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന ദേശമേ, ഹല്ലേലൂയ, മടങ്ങി വാ. ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ ഇന്ന് ഹല്ലേലൂയ ഈ ഹല്ലേലൂയ സന്ധിയുടേതായിരിക്കുന്ന ഈ യാമത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, നമ്മുടെ അരുമനാഥൻ വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽപ്പാൻ ദേഹങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുവാൻ പോകുകയാണ്. കൃപായുഗത്തിന്റെ വാതിൽ അടയുവാൻ പോകുകയാണ്. നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ അടച്ചതുപോലെ കൃപായുഗത്തിന്റെ വാതിലും കർത്താവ് അടയ്ക്കും. പിന്നെ അവിടേക്ക് പ്രവേശിപ്പാൻ യാതൊരു രക്ഷയുമില്ല. ഇന്ന് ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയല്ല, ഇന്ന് ഭൂമിയിൽ അനുഭവിക്കുന്ന പട്ടിണിയല്ല, ഇന്ന് ഭൂമിയിൽ ഉണ്ടാകുന്ന ഭീകരമായ രോഗങ്ങളല്ല, അതിൽ നിന്നും ശക്തമായ ഭീകരമായ സംഭവങ്ങൾ ഭൂമിയിൽ നടക്കപ്പെടും. മനുഷ്യൻ മരണത്തെ അന്വേഷിക്കും, മരണം മനുഷ്യനെ വിട്ടോടും. ഹല്ലേലൂയ.
ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് തന്റെ ഹല്ലേലൂയ പ്രവൃത്തി ഭൂമിയിൽ പൂർത്തീകരിച്ച് തന്റെ സഭയുമായി ഹല്ലേലൂയ ആകാശമണ്ഡലങ്ങളിലേക്ക് ഹല്ലേലൂയ എടുക്കപ്പെടും. 7 വർഷക്കാലം സഭ ആകാശമണ്ഡലങ്ങളിൽ മധ്യേ കർത്താവ് തന്റെ സഭയുമായി വീണ്ടും ഹല്ലേലൂയ തന്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്ന ഒരു സുദിനമുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകം 21 അധ്യായം പഠിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങി വരുന്നത്, സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ പറയുവാനിടയായി. അതാണ് ആ സഹസ്രാബ്ദ ഭൂമിയെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ. എന്താണ് ഹല്ലേലൂയ? അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനപ്പെടുത്തുന്ന കാലമാണ് സഹസ്രാബ്ദ ഭൂമി എന്ന്. അല്ലെങ്കിൽ ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന സർവ്വഭൂമിക്കും രാജാവായി വാഴുന്ന കാലം മുതൽ ഭൂവന ഗോളങ്ങളുടെ അഗ്നിശുദ്ധീകരണം വരെയുള്ള 1000 സംവത്സരം സഹസ്രാബ്ദ യുഗമെന്ന് അർത്ഥമാക്കുന്നു. ആ സഹസ്രാബ്ദ യുഗത്തെ കർത്താവിനെ തേജസ്സോടെ മുഖമുഖമായി ആരാധിക്കുന്ന സുദിനമുണ്ട്. കഷ്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത, വേദനയില്ലാത്ത ആ ശാന്തസുന്ദരമായ ഭൂമിയിൽ കർത്താവിനെ നമുക്ക് മുഖമുഖമായി ആരാധിക്കുവാനുള്ള ആ പ്രത്യാശ തുറമുഖത്തേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ സഭ ഈ ശബ്ദപരിധിക്കുള്ളിൽ എൻ്റെ ഈ ശബ്ദങ്ങളെ ശ്രമിച്ച ഈ ദേശത്തെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥത പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട നല്ല സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം. മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ദേശത്തോട് വിളിച്ചറിയിക്കുവാൻ അരുമനാഥൻ നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഈ ദേശത്തെ സഹായിക്കണമേ. ഈ തിരുവെഴുത്തിന്റെ ഹല്ലേലൂയ ആഴങ്ങൾ ഹൃദയത്തിൽ പതിയുവാൻ ദൈവം സഹായിക്കണം. ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദേശവാസികൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രത്യേകമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.